രാവിലെ അണിഞ്ഞിരിക്കില്ല എങ്ങോട്ട് പോണോ? സ്വന്തം തന്തയൊക്കെ നോക്കുന്നത് കുഞ്ഞിനെ കുറിച്ച് കാണുകയാണോ? കുഞ്ഞിനെ കുറിച്ച് കാണിച്ചതല്ല, ദിലീപിന്റെ പുതിയ സിനിമയില്ലേ ബബ്ബ, അത് കാണുമ്പോൾ ആരോട് പറഞ്ഞത്? ആ മോൻ എന്തിന് ജോലിയെന്ന് നാട്ടുകാർ എന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ ഇതാണ് പറയണത്. അച്ഛൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടണ്ടേ? 24 മണിക്കൂറും ഈ വീട്ടിൽ കയറി ഇരുന്നാലേ ജോലിക്കാരി ഇങ്ങോട്ടും കൂടെ തരൂല. സത്യം പറഞ്ഞ നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അറിയാമോ? അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ, ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോ അച്ഛന്റെ ചെരുപ്പിനെ എടുത്തുകൊണ്ട് പോകും. നീ എന്തോന്ന് പറയണത്? നീ ഒരു കാര്യം ചെയ്യ്, നമ്മളെ കുളത്തൂരുള്ള കുടുംബ വീട് ബംഗാളിലേക്ക് വാടക കൊടുത്തിരിക്കുകയല്ലേ, തൽക്കാലം അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ നോക്കി ചെയ്യും കേട്ടാ. അച്ഛൻ എന്തോ വെച്ചാ പറയണത്? അച്ഛനുമില്ല കുച്ചനുമില്ല, ഞാൻ പറഞ്ഞ അവിടെ കേട്ടാ മതി. അച്ഛാ കുറെ നാളെ ജോലിക്ക് ഇറങ്ങി ഇറന്നിട്ട് എന്തൊക്കെ വിശേഷം? എന്തൊരു വിശേഷം ഇവിടെ അല്ല, എനിക്ക് ജോലി ജീവിക്കാൻ വയ്യളിയ, എനിക്ക് അങ്ങ് ചത്താ മതി. മൂപ്പിലാന്റെ വീടില്ലേ, കുടുംബോടും ഇല്ലേ കോത്തൂര്, നൈസായിട്ട് എന്നെ അങ്ങോട്ട് തട്ടിയിടേ. അവിടെ ബംഗാളിക്ക് വാടക കൊടുത്തിരിക്കും, ആ കാര്യമൊക്കെ നോക്കി അങ്ങ് നിൽക്കാൻ പറഞ്ഞു. നിനക്ക് ഇവിടെ മാത്രം പോരല്ലേ ചീത്ത പേര്, അവിടെ ചെല്ലണം, നല്ല രീതിയിൽ നിൽക്കണം കേട്ടാ. അലിയാ കുളത്തൊരു കുടുംബ വീട്ടിലൊക്കെ പോയിട്ട് എന്തായി? അതൊക്കെ പറയാ നീ ഇതി. അവിടുത്തെ കാര്യം തന്നെ ഒരു വലിയ കഥയാണ്. എന്തോന്നു? അവിടുത്തെ ബംഗാളികളെ ഡെയിലി ജോലിക്ക് പോകും, നമ്മൾ പിന്നെ പോവില്ലല്ലേ. അത് കാണുമ്പോ എനിക്കൊരു കുറ്റബോധം. എന്തോന്നു? അപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, മരിക്കാന്ന്. എന്നിട്ട് മരിച്ചാ നീ? മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും, ഞാൻ പറയണേ. അപ്പൊ അമ്മ ഇങ്ങനെ ജോലിക്ക് വരുമ്പോ അന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പൊ അതിലെ ബംഗാളി ഒരു പയ്യൻ പറഞ്ഞു, അണ്ണാ നമുക്ക് ഞായറാഴ്ചയല്ലേ ഒരു കുപ്പി എടുക്കാൻ മെൻപാലോട്ടത്ത് പോവാൻ ബീവറേജില്. അങ്ങനെ ഞാനും ആ പയ്യനും കൂടെ മെൻപാലോട്ടും ബീവറേജിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ ആക്കുളം പാലം. ആക്കുളം പാലത്തിന്റെ അവിടെ എത്തിയതും ഞാൻ തീരുമാനിച്ചു, എന്തോന്നു കുടിക്കണ്ടമ്മ? എടാ അതല്ല, നീ പറയണ കേൾടാ. അവിടെ എത്തിയപ്പോ ഞാൻ തീരുമാനിച്ചു മരിക്കാന്ന്. എന്നിട്ട് മരിച്ചാ? മരിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും, ഞാൻ പറയണ കേളുന്നു. നീ ഇടയ്ക്ക് പറയില്ലെങ്കിൽ പറഞ്ഞ മൊത്തം കേൾ, സീരിയസ് ആയിട്ടുള്ള സംഭവം പറയുമ്പോ. അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയിട്ട് നേരെ ഞാൻ കായലിൽ ചാടി. നീ മരിച്ചാ? മരിച്ചില്ല, പിന്നെ ഞാൻ വെള്ളത്തിൽ ചാടിയേ. വെള്ളത്തിൽ താന്നു പോയി ഇങ്ങനെ മരിക്കൂന്നുള്ള ആ ഒരു ടെൻഡൻസി വന്നത് എനിക്ക് നീന്താൻ അറിയാല്ല. അങ്ങനെ ഞാൻ നൈസായിട്ട് നീന്തി ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു. എന്നിട്ട് മരിച്ച്. എന്നിട്ട് മരിച്ചാ എവിടെ ഇരിക്കണേ? ഞാൻ അല്ല മരിച്ചത്, പിന്നെ എന്റെ കൂടെ വന്നില്ല ബംഗാളി. ഞാൻ ചാടണമെന്ന് കണ്ടുകൊണ്ട് അവനും കൂടെ എടുത്ത് ചാടി. ഇവൻ ചാടിയത് ഞാൻ അറിഞ്ഞ, ഞാൻ നീന്തി രക്ഷപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് മരിച്ചു. ഇപ്പൊ അവന്റെ നാട്ടില് പാഞ്ചിതിന് ചടങ്ങ് നടക്കുകയാണ്. പാഞ്ചിതിനോ? എടാ മരിച്ചു നമ്മളിവിടെ 5 ദിനം സഞ്ചാരം നടത്തൂല്ലോ, അവരെ നാട്ടിൽ അതിന് പറയണത് പാഞ്ചിതിനെന്നാണ്. അങ്ങനെ ആ ബംഗാളി മരിച്ചതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി. ആ ബംഗാളിയായിരുന്നു നിന്റെ അച്ഛനാ? എടാ അച്ഛൻ മരിച്ച് ജോലി കിട്ടാൻ ഗവൺമെന്റ് ജോലി ഒന്നല്ല കിട്ടിയത്, പിന്നെ മൈക്കാട് പണിയാണ് കിട്ടിയത്. അങ്ങനെ ഈ വരുന്ന ന്യൂ ഇയർ തൊട്ട് ഞാൻ മൈക്കാട് പണിക്കാരനാവുക. അങ്ങനെ 2025 കഴിഞ്ഞ് 2026 കടന്നപ്പോ എനിക്ക് പണി കിട്ടി, അഥവാ ജോലി കിട്ടി. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും 2026 ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ.